ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കമ്പനി അക്കൗണ്ട്സിലെ യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2ൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂ, ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ ഇഷ്യൂ പഠിക്കുന്നുണ്ട്, ഷെയറിൻ്റെ ഫോർഫീച്ചർ പഠിക്കുന്നുണ്ട്, ഷെയറിൻ്റെ റീ ഇഷ്യൂ പഠിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞാൽ, ഷെയറിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഷെയർ ആളുകൾക്ക് കൊടുത്തിട്ട് ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നതിന് വരുന്ന ഷെയർ ഇഷ്യൂ എന്ന് പറയാം. ഫോർഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർ എന്ത് ചെയ്തു, അവർക്ക് കൊടുത്തു, പക്ഷെ അവരെന്ത് ചെയ്തില്ല, എമൗണ്ട് മുഴുവനായിട്ട് തരാത്തപ്പോൾ അവർക്ക് നമ്മൾ കൊടുത്ത ഷെയറിന് നമ്മൾ എന്ത് ചെയ്യും, പിടിച്ചെടുക്കും. അതിനെന്ത് പറയാം, ഫോർഫീച്ചർ എന്ന് പറയാം. ദെൻ റീ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഫോർഫീച്ച് ചെയ്ത ഷെയർസിനെ രണ്ടാമത് വീണ്ടും മറ്റു ആളുകൾക്ക് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അതിനെന്ത് പറയാം, റീ ഇഷ്യൂ എന്ന് പറയാം. അപ്പോൾ ഇഷ്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞു, എന്താണ്, ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാഷ് കളക്ട് ചെയ്യുന്നതിന് ഷെയർ ഇഷ്യൂ എന്ന് പറയാം. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ ചിലപ്പോൾ ഘട്ടങ്ങളായിട്ടാണ്, ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടാണ് എമൗണ്ട് കളക്ട് ചെയ്യുക. ഫസ്റ്റ് ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യും, പിന്നെ ദെൻ അലോട്ട്മെൻറ്റ് മണി കളക്ട് ചെയ്യും, ദെൻ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അങ്ങനെയൊക്കെ ആയിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒന്നാമത് രണ്ടാമത് സ്റ്റേജിലുള്ള എമൗണ്ടൊക്കെ തന്നു, പിന്നെ ബാക്കിയുള്ള അങ്ങോട്ട് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഷെയർസിന് എന്ത് ചെയ്യും, തിരിച്ചു പിടിക്കും. അതിനെ നമ്മൾ എന്ത് പറയാം, ഫോർഫീച്ചർ എന്ന് പറയാം. ദെൻ ഈ ഫോർഫീ ചെയ്ത ഷെയറിന് എന്ത് ചെയ്യും, റീ ഇഷ്യൂ നടത്തും, രണ്ടാമത് വീണ്ടും ഇഷ്യൂ ചെയ്യും. അതിനാണ് എന്ത് പറയുക, റീ ഇഷ്യൂ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. നിങ്ങളിത് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നും. നേരെ മറിച്ച് നിങ്ങളിതിനൊരു ബുദ്ധിമുട്ടായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് എന്ത് ചെയ്യാൻ പോകുന്നില്ല, മനസ്സിലാവാനും പോകുന്നില്ല. അപ്പോൾ ആദ്യം മുതലേ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഇതിനെ മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂ ആണ്. ഇഷ്യൂ ഓഫ് ഷെയർ. എന്തൊക്കെയാണ് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഫോർമാലിറ്റീസ്? ഓക്കെ, ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ക്യാപിറ്റലാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ക്യാപിറ്റലാണ്. ഇപ്പം നമ്മൾ 4 പേരും അല്ലെങ്കിൽ നമ്മൾ 2 പേരും കൂടിയിട്ടൊരു കമ്പനി തുടങ്ങി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പനിയുടെ ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, മറ്റാളുകൾ എന്ത് ചെയ്യും, ഈ കമ്പനിയുടെ പ്രൊജക്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ആ ഷെയർ മേടിക്കും. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ, ഈ ഒരു ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യാനുള്ള ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാക്കും. എന്നിട്ട് അതായിരിക്കും ആദ്യം എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. എന്താണ് ഫസ്റ്റ് എന്താ ചെയ്യുക, ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാക്കും. എന്തിനാണ് ഈ പ്രോസ്പെക്റ്റ്? ഈ പ്രോസ്പെക്റ്റിൽ നമ്മളെ കമ്പനി എന്താണ്, ഈ കമ്പനിയുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്, എത്ര ക്യാപിറ്റലാണ് നമുക്ക് വേണ്ടത്, എന്തെല്ലാം പ്രോഫിറ്റ്സ് നമ്മൾ ഇതിൽ നിന്ന് റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ആയിരുന്നു. അപ്പോൾ അത് റീഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സ് അത് എമൗണ്ടിൽ ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്? ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻ ഫോർ ഷെയർ. ഷെയറിനുള്ള അപ്ലിക്കേഷന് ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു എന്ത് ഇഷ്യൂ ചെയ്യുക, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ആളുകളിത് വായിച്ച് നോക്കും. ഇവർക്ക് വേണ്ടത് എന്താണ്, ₹20 crore ആണെന്ത് ഇവർക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ആളുകൾ റീഡ് ചെയ്തു. ഈ 20 crore എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ, 1 crore ഷെയർ ആയിരിക്കും, 1 crore ഷെയർ ആയിരിക്കും ₹20 ഈച്ച്. എന്താണ്, 20 രൂപ വാല്യൂ ഉള്ള 1 കോടി ഷെയർസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇവർ പ്രോസ്പെക്ടേഴ്സിൽ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യണം, 1 crore ഷെയർസ് എന്ത് ചെയ്യണം, ആളുകൾ മേടിക്കണം. എങ്കിലേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ₹20 crore എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരുടെ
ഇവരുടെ ഷെയർ എത്രയാണ്? അവർക്ക് 20 crore അവരുടെ ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. അതെങ്ങനെയാണ്? 1 crore ഷെയർസ് അറ്റ് ദ റേറ്റ് 20 ഈച്ച് ആണ്. ഓരോ ഷെയറിനും എത്ര രൂപയാണ് വില? 20 രൂപയാണ് വില. അങ്ങനത്തെ 1 crore ഷെയർസ് ഉണ്ട്. മനസ്സിലാവണോ? ഈ ഷെയറാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇഷ്യൂ ചെയ്തു, ആളുകളുടെ അടുത്തെത്തി. ആളുകൾ എന്ത് ചെയ്തു? ഈ പ്രോസ്പെക്ടസ് റീഡ് ചെയ്ത് നോക്കണം. ഈ പ്രോസ്പെക്ടസ് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ അപ്ലിക്കേഷൻ എന്ത് ചെയ്യും? തിരിച്ചയക്കും. ഈ അപ്ലിക്കേഷൻ മണിയും കൂടി വെച്ചിട്ട്, ഈ അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ എമൗണ്ട്. ഇപ്പോൾ ഈ 20 റുപ്പീസല്ല അവർക്ക് ടോട്ടൽ ഷെയർ. ഈ 20 റുപ്പീസിൽ ചിലപ്പോൾ എന്തുണ്ടാവും? ഒരു 5 റുപ്പീസ് ആയിരിക്കും എന്തുണ്ടാവുക? അപ്ലിക്കേഷൻ മണിയായിട്ട് ഇവർ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ 20 റുപ്പീസിൻ്റെ ഷെയറിന് ഇപ്പോൾ എത്ര കൊടുത്താൽ മതി? അപ്ലിക്കേഷൻ മണിയായിട്ടുള്ള 5 റുപ്പീസ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഈ കമ്പനിയുടെ ആളുകൾ എന്താണ്? ഇവരുടെ അപ്ലിക്കേഷൻ മണി ആരൊക്കെയാണ് വാങ്ങുന്നത് എന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ മണി ആരൊക്കെ അയക്കുന്നുണ്ടെന്ന് നോക്കിയിരിക്കണം. അപ്പോൾ ഇവർക്കുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഈ ഫസ്റ്റ് എന്ത് ചെയ്യും? ചിലപ്പോൾ ഇവരുടെ ഈ ഇഷ്യൂ ചെയ്ത 1 crore ഷെയർസും ഫുള്ളും എന്ത് ചെയ്യും? ആളുകൾ എന്ത് ചെയ്യും? സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഒരു ഫസ്റ്റ് ചാൻസ് എന്താണ്? ഫുൾ സബ്സ്ക്രിപ്ഷൻ. ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 1 crore ഷെയറിൽ എന്ത് ചെയ്തു? 1 crore എന്ത് ചെയ്തു? സബ്സ്ക്രൈബ് ചെയ്തു. ഫുള്ളായിട്ടും സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സിന് ഈ മൊത്തം ഷെയർസും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഷെയറിന് വേണ്ടി ഇപ്പോൾ ഓരോ ആളുകളും എനിക്ക് ഷെയർ വേണം എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ മണി അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു? അപ്ലിക്കേഷൻ അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മൊത്തം ഷെയർസും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ എന്താ പറയുക? അലോട്ട്മെൻറ്റ് എന്നാണ് പറയാം. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ എന്ത് ചെയ്തു? അലോട്ട് ചെയ്തു. ദെൻ അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്തു? അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് കൂടി ഈ അലോട്ട്മെൻറ്റ് എങ്ങനെ പറയും? അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു? ഒരു അലോട്ട്മെൻറ്റ് മണിയും കൂടി എന്ത് ചെയ്യേണ്ടി വരും? ഇവർ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻറ്റ്. അത് ചിലപ്പോൾ അനദർ 5 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കമ്പനിക്ക് എന്ത് ചെയ്യും? ആ അലോട്ട്മെൻറ്റ് മണിയും കൂടി എന്ത് ചെയ്യും? നെക്സ്റ്റ് എന്താണ്? റിസീവ് അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്തു? റിസീവ് ചെയ്യും. ദെൻ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തതിന് ശേഷം കമ്പനിക്ക് പിന്നെ ഇപ്പോൾ എത്രയും ഈ അപ്ലിക്കേഷൻ്റെ ടൈമിൽ എത്ര രൂപ വാങ്ങിച്ചത്? ₹5. പിന്നീട് എത്ര വാങ്ങിച്ചു? അലോട്ട്മെൻറ്റ് ടൈമിൽ എത്ര വാങ്ങിച്ചു? 5 റുപ്പീസ് വാങ്ങിച്ചു. ഇപ്പോൾ എത്രയായി? ടോട്ടൽ 10 ആയി. ദെൻ പിന്നീട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാൾ എന്ത് ചെയ്തു? ഫസ്റ്റ് കാൾ മീൻസ് ഒരു ₹5 കൂടി എന്ത് ചെയ്തു? എല്ലാവരോടും പൈസ തരാൻ പറഞ്ഞു. നമുക്ക് കമ്പനിക്ക് ക്യാഷ് വേണ്ട ടൈമിൽ എന്ത് ചെയ്യും? വീണ്ടും കാൾ തരാൻ പറയും. അപ്പോൾ ഫസ്റ്റ് കാൾ വിളിക്കും. ആ ഫസ്റ്റ് കാൾ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. റിസീവ് ഫസ്റ്റ് കോൾ. ദെൻ എന്താണ്? അവിടെ നിന്നുണ്ടാവും. ദെൻ ഇപ്പം എന്ത് ചെയ്തു? 15 റുപ്പീസ് കിട്ടി. ദെൻ ലാസ്റ്റ് കോൾ വിളിക്കും. അതെന്താണ്? ₹5. ഇനി ചിലപ്പോൾ അതിനൊരു 1 കോളോ 2 കോളോ 3 കോളോ ഒക്കെ ചിലപ്പോൾ വിളിച്ചേക്കാം. അതെങ്കിലും എന്ത് ചെയ്യും? ലാസ്റ്റ് കോൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ എത്ര രൂപ ആളുകൾ തന്നു? 20 എത്രയാണ്? 5 15. ഒരു 5 എത്രയാണ്? 20. ടോട്ടൽ എന്തായി? 20 റുപ്പീസ് തന്നു. ഇപ്പോൾ ഇതെന്താണ്? ഫുൾ സബ്സ്ക്രിപ്ഷനാണ് നടന്നത്. ഫുൾ സബ്സ്ക്രിപ്ഷൻ നടന്നോളണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം? രണ്ടാമത്തെ കേസ് എന്താണ്? ഫുൾ സബ്സ്ക്രിപ്ഷൻ നടക്കില്ല. എന്താണ്? അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ എന്താണ്? 1 crore എന്ത് കിട്ടി? ലെസ് ദാൻ 1 crore ആണ് എന്ത് ചെയ്തത്? റിസീവ് ചെയ്തത്. ലെസ് ദാൻ 1 crore ഷെയർസ് ആണ് എന്ത് ചെയ്തത്? റിസീവ് ചെയ്തത്. ഇങ്ങനെ റിസീവ് ചെയ്യുന്ന സമയത്ത് കമ്പനീസ് ആക്ടിൽ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മിനിമം സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ
എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അല്ലെങ്കിൽ എത്രയാണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90% ഓഫ് ഇഷ്യൂ ആണ്. 90% ഓഫ് ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1 crore ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം നമുക്ക് എന്ത് ചെയ്യണം, 90 lakh ഷെയർ എന്ത് ചെയ്യണം, ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കുറച്ച് എമൗണ്ട് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ഈ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു മിനിമം ലിമിറ്റ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് പൈസ കിട്ടിയത് വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ സ്റ്റാർട്ട് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, 1-2 വർഷത്തിന് ശേഷം ആ കമ്പനി പോലും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സെബി ഗൈഡ് ലൈൻസ് പ്രകാരം എന്താണ് 90% ഓഫ് ഷെയർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ്. അതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. 90 ഓർ മോർ ദാൻ, അതിനേക്കാൾ ലെസ് എന്ത് ചെയ്യാൻ പാടില്ല, ആവാൻ പാടില്ല. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്, ഗ്രേറ്റർ ദാൻ 90% ആണെന്ന് വിചാരിക്കാം. ഗ്രേറ്റർ ദാൻ 90% ഓഫ് ഇഷ്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ദാറ്റ് മീൻസ് എന്താണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടി, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്തായി, റിസീവ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണ്, റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് എഴുതാം. മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. നമുക്ക് എന്ത് ചെയ്തു, മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തു. അങ്ങനെ മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അലോട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ എന്താണ്, അലോട്ട്മെൻറ്റ് മണി വാങ്ങിക്കാൻ പറ്റും. അലോട്ട്മെൻറ്റ് മണി വെച്ചിട്ട് ഫസ്റ്റ് കോൾ വരുത്താൻ പറ്റും, സെക്കൻഡ് കോൾ വരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ എന്താണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തു, റിസീവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് കിട്ടില്ല, മിനിമം സബ്സ്ക്രിപ്ഷൻ നോട്ട് റിസീവ്ഡ്. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തില്ല, റിസീവ് ചെയ്തില്ല. ദാറ്റ് മീൻസ് എന്താണ്, നമ്മളുടെ ഷെയർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തെന്താണ്, ലെസ് ദാൻ 90% ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. റിട്ടേൺഡ് അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ദെൻ സബ്സ്ക്രിപ്ഷൻ നമുക്ക് 1 crore ഇഷ്യൂ ചെയ്തു, 1 crore സബ്സ്ക്രൈബ് ചെയ്തു. അണ്ടർ സബ്സ്ക്രിപ്ഷൻ 1 crore എന്ത് ചെയ്തു, കുറവാണ് എന്ത് ചെയ്തത്, 1 crore ഷെയറിൽ കുറച്ച് ഷെയർസാണ് എന്ത് ചെയ്തത്, സബ്സ്ക്രൈബ് ചെയ്ത്. രണ്ട് രീതിയിലുണ്ടാവാം. മിനിമം സബ്സ്ക്രിപ്ഷൻ അച്ചീവ് ചെയ്യാം, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാതിരിക്കാം. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 90% ഓഫ് ഇഷ്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്തു, 90%-നേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, 90% അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷനിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യണം, തിരിച്ച് കൊടുക്കണം. ദെൻ തേർഡ് കേസ് എന്താണെന്ന് വെച്ചാൽ ഒരു കേസും കൂടി ഉണ്ടാവും, അതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ എന്താണ്, 1 crore ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്, പക്ഷേ നമുക്ക് അപ്ലിക്കേഷൻ വന്നത് 2 crore ആണെന്ന് വിചാരിക്കാം. അങ്ങനെ 2 crore ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് നടത്തും. പൊറാട്ടല്ല, പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും, നടത്തും. എന്താണ് പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊറാട്ടല്ല, പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് എത്ര ക്രോർ ഷെയർസ് ഉള്ളത്, 1 crore ഷെയർസ്. അപ്ലിക്കേഷൻ വന്ന എത്രയാണ്, 2 crore ഷെയർസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 ഷെയർ അപ്ലൈ ചെയ്ത ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, 1 ഷെയർ കൊടുക്കും. അതിനെന്ത് പറയുക, പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് എന്ത് ചെയ്തു, അലോട്ട്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അലോട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, കാളുകളൊക്കെ വരുത്തും. ഇതാണെന്ത്, ഒരു ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ ആണല്ലോ. ഇതിൽ ഓരോ സ്ഥലത്തും ഓരോ ജേർണൽ എൻട്രീസ് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് ജേർണൽ എൻട്രി ഉണ്ട്, അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ഉണ്ട്, അപ്ലിക്കേഷൻ മണിയെ ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വേറെ ജേർണൽ എൻട്രീസ് ഉണ്ട്. ഇങ്ങനെ ഓരോരോ ജേർണൽ എൻട്രീസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയറാണ് എന്ത് ചെയ്യാനുള്ളത്, ഷെയർ അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യാറുള്ളത്,
യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് കമ്പനി അവരുടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ പറഞ്ഞു അല്ലേ. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരെന്തുണ്ടാവും, ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും എന്ത് ചെയ്യും, ഉണ്ടാക്കും. ഓക്കെ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇത് എന്താണെന്നൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇതിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒരു ക്യാപിറ്റൽ ക്ലോസ് ഉണ്ടാവും. ക്യാപിറ്റൽ ക്ലോസ് ഉണ്ടാവും. ഈ ക്യാപിറ്റൽ ക്ലോസിൽ കമ്പനി മൊത്തമായിട്ട് എത്ര ക്യാപിറ്റൽ വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നെന്ത് ചെയ്യും, കമ്പനി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ലെറ്റ്സ് സേ ഒരു 100 crore കമ്പനി മൊത്തം, ഈ കമ്പനിയുടെ എൻ്റയർ വർക്കിംഗ് ലൈഫിൽ കമ്പനി ഉദ്ദേശിക്കുന്നത് ഒരു 100 crore ആണെന്ന് വിചാരിക്കാം. അപ്പോൾ കമ്പനിയുടെ ക്യാപിറ്റൽ ക്ലോസിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരു ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടാവും. എത്രയാണ്, 100 crore. ഇത് മൊത്തം ഇഷ്യൂ ചെയ്തോളണമെന്നൊന്നുമില്ല. അവരുടെ ക്യാപിറ്റൽ ക്ലോസിൽ എന്തുണ്ട്, ഒരു ക്യാപിറ്റൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ കമ്പനിക്ക് ഈ ഒരു ക്യാപിറ്റലിൻ്റെ ഈ ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ കൂടുതൽ ഒരിക്കലും ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ താഴെ എത്ര വേണമെങ്കിലും ക്യാപിറ്റൽ വെക്കാം, ഇഷ്യൂ ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ മുകൾക്ക് എന്ന് വെച്ചാൽ ഈ 10 crore മുകൾക്ക്, 10 crore നമ്മൾ പറഞ്ഞ ലിമിറ്റാണ്, അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. ആ 10 crore ലിമിറ്റിൻ്റെ മുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുക, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. എവിടെ ഉണ്ടാവുക, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ക്യാപിറ്റൽ ക്ലോസിലാണ് എന്ത് ചെയ്യുക, ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ടാവുക. ദെൻ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുക, അവർ പബ്ലിക്കിന് വേണ്ടി എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യാം. ഇപ്പം നമ്മൾ 100 crore ആയിരുന്നു, ഇതിലെന്ത് ചെയ്തു, 20 crore ഷെയർ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഈ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ അത് എത്രയാണ്, 20 crore ആണ്. 20 crore ആണ്. ഓക്കെ, ഈ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ ഉണ്ടാവും. ആ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ കഴിഞ്ഞ് ബാലൻസ് ഉള്ള ക്യാപിറ്റൽ നമ്മളെന്ത് പറയും, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഈ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ എന്ത് ചെയ്യും, ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാഷ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷനായിട്ട് ചിലപ്പോൾ ചില എന്ത് ചെയ്യും, എന്ത് ചെയ്തു, ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അതർ ദാൻ ക്യാഷ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിലേക്കൊന്നും എത്തുന്നില്ല. നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ടാവും. ഈ ഇഷ്യൂഡ് ക്യാപിറ്റലിൽ തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എത്രയാണ്, 1 crore ഷെയർസ് ₹20 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇഷ്യൂ ചെയ്തത്. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, അപ്ലിക്കേഷന് 5 വിളിച്ചു, അലോട്ട്മെൻറ്റ് 5 വിളിച്ചു, ദെൻ ഫസ്റ്റ് കോൾ എത്ര വിളിച്ചു, 5 വിളിച്ചു. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര വിളിച്ചത്, 15 crore ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇഷ്യൂ ചെയ്തതിൽ 15 crore ക്യാപിറ്റൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, വിളിച്ചിട്ടുള്ളൂ അല്ലേ. ഇത്രയും പൈസ അവരോട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വിളിച്ച ക്യാപിറ്റലിനെ നമ്മളൊരു പേര് പറയും. എന്താണ്, അതിനു മുമ്പ് നമ്മൾ 20 crore അല്ലേ, നമ്മൾ 20 crore അതിന് മുമ്പ് കേട്ടോ. ഈ ഇഷ്യൂഡ് ക്യാപിറ്റലിന് എന്തുണ്ടാവും, അത് ഞാൻ പറയാൻ വിട്ടു പോയതാണ്. എന്ത് ചെയ്തു, ഈ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ 20 crore എന്ത് ചെയ്തു, ഇഷ്യൂ ചേർത്തി. 20 crore നമ്മൾ എന്ത് ചെയ്തു, ഇഷ്യൂ നടത്തി. ഈ ഇഷ്യൂ ചെയ്തതിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തോളുന്നുണ്ടോ, അതിൽ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയും, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ഇഷ്യൂ ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയും, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും.
ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ 20 crore 20 എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ എന്താണ് 20 crore എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റൽ, ഈ സബ്സ്ക്രൈബ് ചെയ്ത് മീൻസ് അവർക്ക് എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റും കൂടി കൊടുക്കണം, എങ്കിലേ നമുക്ക് അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ ഈ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരോട് എമൗണ്ട് അടക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ അടച്ചപ്പോൾ നമ്മൾ എത്ര ഇവിടെ പറഞ്ഞത് 15 അല്ലേ അടക്കാൻ പറഞ്ഞത്. ഈ 15 നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കാൾഡ് അപ്പ് ക്യാപിറ്റൽ. കാൾഡ് അപ്പ് ക്യാപിറ്റൽ. ഈ കാൾഡ് അപ്പ് 15 കോൾ ചെയ്തിട്ടുണ്ട്. ഈ 15 കോൾ ചെയ്തില്ല എന്ത് ചെയ്തു, ചില ആളുകൾ 15 അടിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ ചിലപ്പോൾ എത്ര അടിച്ചിട്ടുണ്ടാവുള്ളൂ, 10 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, പെയ്ഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ പെയ്ഡ് ചെയ്ത ക്യാപിറ്റലിനെ നമ്മളെന്ത് പറയും, ഈ പെയ്ഡ് ചെയ്ത ക്യാപിറ്റലിനെ നമ്മളെന്ത് പറയും, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിരിക്കും. പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിരിക്കും അവർക്ക് കിട്ടിയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളത് ക്യാപിറ്റലൊന്നും അവർക്ക് റെലവൻ്റ് അല്ല. അവർക്ക് എന്താണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രമാണ് എന്ത്, അവർക്ക് കിട്ടിയ എമൗണ്ട്. അതായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക, കാണിക്കുന്നുണ്ടാവുക ബാലൻസ് ഷീറ്റിൽ. മനസ്സിലാവുണ്ടോ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ നിന്ന് ഇഷ്യൂ ചെയ്തതിനെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. അതിൽ നിന്ന് കോൾ ചെയ്തതിനെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. അതിൽ നിന്ന് റിസീവ് ചെയ്തതിനെ എന്താണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ക്യാപിറ്റൽ എന്ത് ചെയ്യും, അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ചെയ്യാത്ത ഷെയറിനെ നമ്മൾ എന്ത് ചെയ്യും, അൺകാൾഡ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ എന്താണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്താണ്, നമ്മൾ പെയ്ഡ് അപ്പ് ചെയ്യാത്ത ഇതിനെ നമ്മളെന്ത് പറയും, അൺപെയ്ഡ് കോൾ എന്ന് പറയും. ഈ പെയ്ഡ് ചെയ്യാത്തതിനെ നമ്മളെന്ത് പറയും, അൺപെയ്ഡ് കോൾ. അതല്ലെങ്കിൽ അതിന് നമ്മളെന്ത് പറയും, അൺപെയ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അതല്ലെങ്കിൽ എന്താണ്, കാൾസ് ഇൻ അരിയർ എന്നൊക്കെ പറയും. കാൾസ് ഇൻ അരിയേഴ്സ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഈ പെയ്ഡ് ചെയ്യാത്തതിനെ നമ്മളെന്ത് പറയും, അൺപെയ്ഡ് കോള്, അതല്ലെങ്കിൽ കാൾ ഇൻ അരിയർ എന്നൊക്കെ നമ്മളെന്ത് പറയും, പറയാറുണ്ട്. ഓക്കെ. ഒരിക്കലും അപ്ലിക്കേഷൻ മണി പെയ്ഡ് ചെയ്യാതിരിക്കില്ല. കാരണം എന്താണ്, അപ്ലിക്കേഷൻ മണി കൊടുക്കാതെ ഓൽക്ക് എന്ത് ചെയ്യില്ല, അലോട്ട്മെൻറ്റ് ചെയ്യാറില്ല. അലോട്ട്മെൻറ്റ് മണി ചില ആളുകളൊന്നും പെയ്ഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. പക്ഷേ ഈ അപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് മണി അല്ലാതെ കാൾഡ് അപ്പ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കാൾഡ് അപ്പ് ക്യാപിറ്റൽ, കാൾഡ് എന്നല്ല, നമ്മൾ ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ എന്നൊക്കെ പറയില്ലേ, ഇതാണ് പല ആളുകളും എന്ത് ചെയ്യുക, പെയ്ഡ് ചെയ്യാതിരിക്കാം. ഓക്കെ. അതിന് നമ്മളെന്ത് പറയും, അൺകാൾഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കാൾസ് ഇൻ അരിയർ നമ്മളെന്ത് ചെയ്യും, പറയും. ഓക്കെ. ചില ആളുകൾ എന്ത് ചെയ്യും, കോൾ വിളിക്കുന്നതിന് മുമ്പ് ആദ്യം അപ്ലിക്കേഷന് മണി അയച്ചു, ദെൻ അലോട്ട്മെൻറ്റിൻ്റെ ഉടനെ തന്നെ എന്ത് ചെയ്യും, ₹20 അവർ അയച്ചു തരും, ടോട്ടൽ എമൗണ്ട് അവർ അയച്ചു തരും. അപ്പം അഡ്വാൻസ് ആയിട്ട് അവരെന്ത് ചെയ്തു, എമൗണ്ട് തരും. ഇതിനെ നമ്മളെന്ത് പറയും, ഈ എമൗണ്ടിന് എന്തായിരിക്കും പേര് പറയാം, കാൾ ഇൻ അഡ്വാൻസ്. കാൾ ഇൻ അഡ്വാൻസ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ. ദെൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇക്വേഷനായിട്ട് ഇത് ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രമാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഇഷ്യൂഡ് ക്യാപിറ്റൽ പ്ലസ് അൺഇഷ്യൂഡ്. ഇഷ്യൂ ചെയ്തതും ഇഷ്യൂ ചെയ്യാത്തതും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ കിട്ടൂലേ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദെൻ കാൾഡ് അപ്പ് ക്യാപിറ്റൽ, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാൾഡ് അപ്പ് ക്യാപിറ്റൽ, ഇത് നമ്മൾ എവിടെ വരുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുള്ളൂ. കാൾഡ് അപ്പ് ക്യാപിറ്റൽ ഈക്വൽ ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് പെയ്ഡ് ചെയ്ത് നമുക്കിതുവരെ കിട്ടിയത്. ഓക്കെ. ഇത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കാൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ വിളിച്ചിട്ടുണ്ട്. ഇതിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ മാത്രമാണ് വരിക, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുക, വരിക. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ശ്രദ്ധിക്കുക, നമുക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഇതെന്താണ്, ഈ ഒരു ഏരിയയാണ് നമുക്കെന്ത് റെലവൻ്റ് ആയിട്ട്. നമ്മൾ കോൾ വിളിച്ചു, ഇതിൽ നമുക്ക് എന്ത് ചെയ്തു, പെയ്ഡ് അപ്പ് നമ്മൾ ഇത്ര പെയ്ഡ് ചെയ്തു. കാൾസിൻ അരിയർ എത്ര ഉണ്ട്, കാൾസിൻ അരിയറും അതുപോലെ തന്നെ കാൾസിൻ അഡ്വാൻസ് എന്ത് ചെയ്യും, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമുക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റലോ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലോ അൺസബ്സ്ക്രൈബ്ഡോ അൺഇഷ്യൂഡോ നമുക്കെന്തില്ല, ഒരു റെലവൻസും ഇല്ല. അപ്പോൾ നമ്മളെന്താണ്, കാൾഡ് അപ്പ് ക്യാപിറ്റൽ അതിലെന്ത് വരും, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് കാൾസിൻ അരിയർ. എന്ന് വെച്ചാൽ അവർ പെയ്ഡ് ചെയ്തത്, അതുപോലെ തന്നെ എന്താണ്, അവർ കാൾസിൻ അരിയർ എന്ന് പറഞ്ഞാൽ പെയ്ഡ് ചെയ്യാനുള്ളത്, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, കാൾസ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. പെയ്ഡ് അപ്പിൽ എന്തുണ്ടാവും, കാൾസിൻ അഡ്വാൻസ് കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്തുണ്ടാവില്ല, കാൾസിൻ അരിയർ ഉണ്ടാവില്ല. കാൾസിൻ അരിയർ ആഡ് ചെയ്യും, കാൾസിൻ അഡ്വാൻസ് എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ഏതായാലും നമുക്ക് എന്ത് പറയും, കാൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ ആണല്ലോ. ദെൻ
ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കൽ കാൾഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലായിട്ട് ഷെയർ ക്യാപിറ്റലായിട്ട് കാണിക്കലുള്ളത് കോൾ ചെയ്തതിൽ പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ക്യാപിറ്റലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഷെയർ ക്യാപിറ്റലായിട്ട് എന്ത് ചെയ്യാറുള്ളത്, കാണിക്കാറുള്ളത്. ഓക്കെ, ഇതിലൊരു ഇല്ലുസ്ട്രേഷൻ 1 ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം, ഇതിൻ്റെ ഒരു വർക്കിംഗ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ലുസ്ട്രേഷൻ 1 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. എന്താണ് പറയുന്നത്? എ കമ്പനി ഹാഡ് അൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് 10 lakh. കമ്പനിക്ക് എത്ര ഉണ്ട്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര ഉണ്ട്? 10 lakh ഉണ്ട്. ആൻഡ് ഡിവൈഡഡ് ഇൻ ടു 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. ഇക്വിറ്റി ഷെയർസ് മീൻസ് ഷെയർസ് ആയിട്ട് കരുതിയാൽ മതി. ഷെയർസ് 2 രീതിയിലുണ്ട്, ഇക്വിറ്റി ഷെയർസ് ആണ്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഡിസൈഡഡ് ടു ഇഷ്യൂ 60,000 ഷെയർസ്. അതിലെന്ത് ചെയ്തു? 1 lakh ഇക്വിറ്റി ഷെയർസിൽ 60,000 ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു, ഷെയർസ് ഫോർ സബ്സ്ക്രിപ്ഷൻ. ആൻഡ് റിസീവ്ഡ് അപ്ലിക്കേഷൻ ഫോർ 70,000 ഷെയർസ്. അതിലെന്ത് ചെയ്തു? 70,000 ഷെയർസിന് എന്ത് ചെയ്തു? അപ്ലിക്കേഷൻ കിട്ടി, എക്സ്ട്രാ ആണ് കിട്ടിയത്. അതിനെന്ത് ചെയ്തു? 60,000 ഷെയർസ് ആൻഡ് അലോട്ടഡ് 60,000. അത് 60,000 ആളുകൾക്ക് എന്ത് ചെയ്തു? 60,000 ഷെയർസ് കൊടുത്തു. ബാക്കി എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അപ് ടു 31/3/2017 ഇറ്റ് ഹാസ് ഡിമാൻഡഡ് ഫോർ കാൾ 9 per share. അതിലെന്ത് ചെയ്തു? 9 per share എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാൾ ചെയ്തിട്ടുണ്ട്. ഓൾ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ഡ്യൂലി പെയ്ഡ് ദ എമൗണ്ട് കാൾഡ് എക്സെപ്റ്റ് 1 ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 5,000 ഷെയർസ് ഹൂ ഹാസ് പെയ്ഡ് ഓൺലി 7 per share. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അത് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് എവിടുന്ന് നമ്മൾ നോക്കിയാൽ മതി? നമുക്ക് ഷെയർ ക്യാപിറ്റൽ കാണുന്നതാണ് കാൾഡ് ചെയ്തതിൽ പെയ്ഡ് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ഓക്കെ, എത്ര നമ്മൾ പെയ്ഡ് ചെയ്തു, എത്രയാണ് കാൾ ചെയ്തിട്ടുള്ളത്? നമ്മൾ കാൾ ചെയ്തിട്ട് 60,000 ആണ് നമ്മൾ എന്ത് ചെയ്തത്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ 60,000 ഷെയർസാണ് എന്ത് ചെയ്തത്? അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ അലോട്ട് ചെയ്തിട്ട് നമ്മൾ എത്രയാണ് നമ്മൾ കാൾ ചെയ്തത്? 9 ആണ് നമ്മൾ കാൾ ചെയ്തത്. അപ്പോൾ 60,000 ഇൻറ്റു 9 എത്രയാണ് വരുന്നത്? ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് അടിച്ച് നോക്കിയാൽ 60,000 ഇൻറ്റു 9 എത്ര വരുന്നത്? 5,40,000 ആണ് വരുന്നത്. 5,40,000. ഈ 5,40,000 എല്ലാവരും ഈ 60,000 9 rupees പെയ്ഡ് ചെയ്തിട്ടുണ്ടോ? ആര് പെയ്ഡ് ചെയ്തിട്ടില്ല? ഇവിടെ അൺകാൾഡ് ക്യാപിറ്റൽ, സോറി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്താണ്? അരിയർ ഉണ്ട്, കാൾസ് ഇൻ അരിയർ ഉണ്ട്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? പെയ്ഡ് ചെയ്യാത്ത ക്യാപിറ്റൽ ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞില്ലേ എന്ത് ലെസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ? അൺപെയ്ഡ് കാൾസിന് അറിയില്ല, അല്ലെങ്കിൽ അൺപെയ്ഡ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? അൺപെയ്ഡ് കോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണമെന്ന് പറയുന്നത്. അത് എത്രയാണ്? 7 rupees അവന് പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. എത്ര നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത്? 9 ആണ്. അപ്പോൾ അവന് പെയ്ഡ് ചെയ്യാനുള്ള എത്രയാണ്? 2 rupees വെച്ചിട്ട് എത്രയാണ്? 5,000 ഷെയർസ്. ദാറ്റ് മീൻസ് എത്ര നമ്മൾ ലെസ് ചെയ്യണം? 2 into 5,000. ദാറ്റ് മീൻസ് എത്ര ഉണ്ടാവും? 10,000. നമുക്ക് എന്ത് കിട്ടും? 5,30,000. ഇതായിരിക്കും എന്ത് ഉണ്ടാവുക? കാൾഡ് ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. കാൾഡ് ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5,30,000. ഇതായിരിക്കും നമ്മൾ ഷെയർ ക്യാപിറ്റലായിട്ട് കാണിക്കുന്നുണ്ടാവുക. എവിടെ? ബാലൻസ് ഷീറ്റിൽ. ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ എന്താണ്? ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതിൻ്റെ താഴെ എന്ത് വരുന്നത്? ഷെയർ ക്യാപിറ്റൽ വരുന്നത്. എത്രയാണ്? 5,30,000. ഇത്രയും എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമുക്ക് ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാഷിൽ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു പെർഫോമ മാത്രം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കാം. എന്ത് ചെയ്യുന്നു? ഓതറൈസ്ഡ് ക്യാപിറ്റൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 1 lakh 10 each. എത്രയാണ്? 10,000. അതിൽ ഇഷ്യൂ ചെയ്ത് എത്രയാണ്? 60,000. 10 each 60,000. അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് 60,000 എത്രയാണ്? 10 6 lakh. ദെൻ കാൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. കാൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 60,000 10 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാൾഡ് അപ്പ് ആണ്. ദാറ്റ് മീൻ 5,10,000 എന്ത് ചെയ്തിട്ടുണ്ട്? കാളുണ്ട്. കാൾ അൺപെയ്ഡ് എത്രയാണ്? 5,000 ഷെയർ ₹2 എന്ത് ചെയ്തിട്ടില്ല? പേയ്മെൻറ്റ് നടത്തി 10,000. ദാറ്റ് മീൻ 5,30,000 എന്നുണ്ടാവും. ദാറ്റ് മീൻസ് എന്താണ്? നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 5,30,000 ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ഇവിടെ നെക്സ്റ്റ് എന്ത് പറയുന്നുണ്ട്? ടൈപ്സ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നുണ്ട്. അതിലെന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 ടൈപ്പാണത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രിഫറൻസ് ഷെയർസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത്, ദാറ്റ് മീൻസ്
നമ്മളെന്ത് ചെയ്തു, പ്രോഫിറ്റ് അവർക്ക് കൊടുക്കുമല്ലോ, അതിനാണ് ഡിവിഡൻഡ് എന്ന് പറയാം. കമ്പനിയുടെ പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ, ദാറ്റ് മീൻസ് കമ്പനി ഡിവിഡൻഡ് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ റീപേ ചെയ്യുന്ന സമയത്ത്, കമ്പനി ഡിസൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്, കമ്പനി എന്ത് ചെയ്യണം, അടച്ചുപൂട്ടുന്ന സമയത്ത് ക്യാപിറ്റൽ റീപേ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യും, ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടാകും. ഇവർക്കാണ് ആദ്യം പൈസ ആർക്കാണ് കിട്ടുക, പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനാണ് കിട്ടുക. അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിനാണ് എന്ത് ചെയ്യുക, ആദ്യം എന്ത് കിട്ടുക, ഡിവിഡൻഡ് അവർക്ക് എന്ത് ചെയ്യും, ആദ്യം കിട്ടും. അതുപോലെ തന്നെ എന്താണ്, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലും അവർക്ക് ആദ്യം കിട്ടും. ഇവിടേക്ക് എന്താണ്, ഇവർക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവും 6% പ്രിഫറൻസ് ഷെയർസ്, 10% പ്രിഫറൻസ് ഷെയർസ്, 18% പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് അവർക്ക് എന്താണ്, പ്രിഫറൻസ് ഡിവിഡൻഡ് 8% അല്ലെങ്കിൽ 10% ഒക്കെ ആയിരിക്കും അവർക്ക് എന്തുണ്ടാവുക, അവർക്ക് അവരുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഉണ്ടാവും. പക്ഷേ ഇവർക്ക് എന്തുണ്ടാവില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഒന്നും ഉണ്ടല്ലോ. ബാലൻസ് എത്ര പൈസ ഉണ്ടോ അത് മുഴുവൻ ആർക്കുള്ളതാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇവരാണ് റിയൽ ഓണേഴ്സ്. ആരാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. ഓക്കെ ആണല്ലോ. ഇനി പ്രിഫറൻസ് ഷെയർസിൽ തന്നെ ഡിഫറെൻറ്റ് എന്നുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. എന്താണ്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്, 2001-2 ഞാൻ ഒരു പേജിൽ എഴുതാം. ഇപ്പോൾ എന്ത് ചെയ്തു, ഒരു 1 lakh ഷെയർസ്, 1 lakh rupees 1 lakh പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെന്ന് വിചാരിച്ചുള്ളൂ. ഇവരുടെ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 10% പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഇവർക്ക് ഒരു ഇയറിൽ എത്ര കൊടുക്കണം, 1 lakhൽ എന്ത് ചെയ്യണം, 10,000 ഇവർക്ക് എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഡിവിഡൻസ് കൊടുക്കണം നിർബന്ധമാണ്. പക്ഷേ എന്തുണ്ടെങ്കിൽ കൊടുത്താൽ മതി, പ്രോഫിറ്റ് ഇവരെന്താണ്, ഷെയർസ് ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കൊടുത്താലും മതി. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2001-2 നമുക്ക് എന്തുണ്ട്, ഒരു പ്രോഫിറ്റും ഇല്ല. അപ്പോൾ അന്ന് ഇവർക്ക് എത്ര കിട്ടാണ്ടായിരുന്നു, 10,000 കിട്ടാണ്ടായിരുന്നു. ദെൻ അത് അന്ന് കൊടുത്തില്ല, കാരണം എന്താ, പ്രോഫിറ്റ് ഇല്ല. 2002-3 അന്ന് നമുക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ അന്ന് ഇവർക്ക് എന്തുണ്ട്, 10,000 കിട്ടാണ്ട്. ഇനി 2003-4 നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 15,000 പ്രോഫിറ്റ് ഉണ്ടാക്കി. അത് മുഴുവൻ ആർക്ക് കൊടുക്കേണ്ടി വരും, ആർക്ക് കൊടുക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 15,000 കൊടുക്കും. ദെൻ 15,000 കൊടുക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ആ ഇയറിൽ അവർക്കുണ്ട് എത്ര ഉണ്ട്, 10,000 കിട്ടാനുണ്ട്. ഇനി നെക്സ്റ്റ് ഇയറിൽ എന്താണ്, 2003-4 അവർക്ക് എന്ത് ചെയ്തു, നമ്മൾ എത്ര ഉണ്ട്, 30,000 എന്ത് ചെയ്തു, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി. ആ 30,000 ആർക്ക് കൊടുക്കും, ഇവർ കൊടുക്കും. എന്തുകൊണ്ടാണ് അവർക്ക് 30,000 കൊടുക്കുന്നത്, ഇപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു, 10,000 ആണ് പെയ്ഡ് ചെയ്തത്. ഇവിടെ എത്ര ഉണ്ട്, 30,000 പെയ്ഡ് ചെയ്തു. ആക്ച്വലി ഇവർക്ക് എന്താ, 10,000 എത്ര പെയ്ഡ് ചെയ്യണം, അല്ല ഇവിടെ ഈ ഒരു ഇയറിൽ എത്ര, 15,000 അല്ലേ പെയ്ഡ് ചെയ്തത്. പേയ്മെൻറ്റ് നടത്തിയത് ഇങ്ങോട്ട് എഴുതാം. എത്രയാണ് ഇവർക്ക് പേയ്മെൻറ്റ് നടത്തിയത്, ഇവർക്ക് കൊടുക്കാനുള്ള ഞാൻ അങ്ങോട്ട് എഴുതുന്നുണ്ട്, 10,000. ഇത് കറക്റ്റാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇയറിൽ എന്താണ് 10,000 പ്രോഫിറ്റ് ഉള്ളൂ വിചാരിക്കുക. ആ 10,000 പ്രോഫിറ്റ് ആർക്ക് കൊടുക്കുക, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. 30,000 പ്രോഫിറ്റ് എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്, ഇവർക്ക് ആകെ എത്ര കിട്ടാണ്ട്, 40,000 ഷെയർസ്, 40,000 ഡിവിഡൻഡ് കിട്ടാണ്ട്. ടോട്ടൽ ഇവർക്ക് എത്ര കൊടുത്തു, 40,000. ബാക്കി എന്തില്ല, പ്രോഫിറ്റ് ബാക്കിയില്ല. ഇനി നെക്സ്റ്റ് ഇയറിൽ ശ്രദ്ധിക്കുക, 2004-5 എന്ത് ചെയ്തു, ഒരു 1 lakh പ്രോഫിറ്റ് ഉണ്ടാക്കി നോക്കുക. 1 lakh പ്രോഫിറ്റ് ഉണ്ടാക്കി. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര കൊടുക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അപ്പോൾ എത്ര കൊടുക്കുള്ളൂ, 10,000 കൊടുക്കുള്ളൂ. അവർക്ക് എത്ര കൊടുത്താൽ മതി, 10,000 കൊടുത്താൽ മതി. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബാലൻസ് വരുന്ന 90,000 ആർക്ക് കൊടുക്കും, ഇക്വിറ്റി ഷെയർസിന് കൊടുക്കും. പക്ഷേ ഇക്വിറ്റി ഷെയർസിന് എന്തില്ല, ഈ ഇയറിലൊന്നും കിട്ടിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇയറിലൊക്കെ കിട്ടാനുള്ള എമൗണ്ട് എന്ത് ചെയ്യും, ക്യുമുലേറ്റ് ചെയ്ത് അവർക്ക് എന്തുണ്ട്, ഈ ക്യുമുലേറ്റീവായിട്ട് ഏത് ഇയറിലാണോ പ്രോഫിറ്റ് ഉണ്ടാവുന്നത് ആ ഇയറിൽ അവർക്ക് എന്തുണ്ട്, കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതിനാണ് എന്ത് പറയാം, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. അങ്ങനെ റൈറ്റ് ഇല്ലാത്തവരെന്ത് പറയും, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്.
ഓക്കെ, അവർക്ക് എന്താണ് ഇത് സർപ്ലസ് പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റിംഗ് റൈറ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് എന്താ പറയുക പാർട്ടിസിപ്പേറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുക. ഈ തിയറിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ദെൻ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ പാർട്ടിസിപ്പേറ്റിംഗ് റൈറ്റ് ഇല്ലാത്തതിനാണ് നമ്മൾ എന്ത് പറയും നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയും. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷെയറിനെ റെഡീം ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ആ ഷെയർസിന് അവർക്ക് തിരിച്ച് അവർക്ക് ക്യാഷ് കൊടുക്കുന്ന ഷെയർസിനെയാണ് എന്ത് പറയുക റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. അത്തരത്തിൽ റെഡീം ചെയ്യാൻ പറ്റാത്തതിന് എന്ത് പറയും നോൺ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ദെൻ ചില പ്രിഫറൻസ് ഷെയർസ് ഒരു 10 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും ഇക്വിറ്റി ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ടാവും പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് പറയും കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. അത്തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഷെയർസിനെ നമ്മൾ എന്ത് പറയും നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ഓക്കെ, ഇനി അൺലെസ് മെൻഷൻഡ് അതർവൈസ് എവിടെ എന്തിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർസ് എന്തായിട്ടാണ് കരുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ കുമുലേറ്റീവ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് നോൺ കൺവേർട്ടബിൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് റൈറ്റ് ഇല്ലാത്ത പാർട്ടിസിപ്പേറ്റിംഗ് റൈറ്റ് ഇല്ലാത്ത ഇക്വിറ്റി ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത എന്നാൽ അത് പിന്നീട് ക്യാഷായിട്ട് അവർക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കുന്നത് ദാറ്റ് മീൻ അതിനെ റെഡീം ചെയ്യുന്ന നാച്ചുറലുള്ള ഷെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അസ്യൂം ചെയ്യുക. എവിടെയും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ കൺവേർട്ടബിൾ ആണ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. എവിടെയും ഒന്നും പറയുന്നില്ലെങ്കിൽ അതിനെ നമ്മളെന്ത് പറയും നോൺ കുമുലേറ്റീവ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് നോൺ കൺവേർട്ടബിൾ ആൻഡ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഓക്കെ, ദെൻ ഇക്വിറ്റി ഷെയർസ് എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാം ഫോർ ക്യാഷ് അതർ ദാൻ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇപ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്തു ഒരു വലിയ മെഷീനറി വാങ്ങിച്ചു, ഒരു 1 crore മെഷീനറി. നമുക്ക് ആ മെഷീനറി ഇല്ലാതെ ബിസിനസ് ഒരിക്കലും നടത്താൻ പറ്റില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഷീനറിക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പകരം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ബിസിനസ്സിൻ്റെ കുറച്ച് ഷെയർസ് എന്ത് ചെയ്തു അവർക്ക് കൊടുത്തു. ഓക്കെ, അത്തരത്തിൽ നമ്മൾ എന്ത് അവർക്ക് ക്യാഷ് ആയിട്ടില്ല നമ്മൾ കൊടുക്കുന്നത്, അവർക്ക് എന്താണ് ക്യാഷ് ഇൻ കൈൻഡ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അവർക്ക് നമ്മുടെ മെഷീനറിയിലെ വാങ്ങിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതാണ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു മിനിമം സബ്സ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങുക എന്താണ് അപ്ലിക്കേഷൻ മണിയാണ്. ദെൻ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ അലോട്ട്മെൻറ്റ് മണിയാണ്. തേർഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫസ്റ്റ് കാള്, ഫോർത്ത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്ത് മറ്റ് കാളുകളായിരിക്കും. ദെൻ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ലാസ്റ്റ് കാൾ മണി ആയിരിക്കും. ഇതെല്ലാം ഉണ്ടായിരിക്കണം എന്നില്ല. ഫസ്റ്റ് കാളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലാസ്റ്റ് കാളായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ ഏത് നമുക്ക് നിർബന്ധമാണ് അപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണി എന്തുണ്ടാവും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും വിളിക്കും. അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർ അപ്ലൈ ചെയ്യാൻ വേണ്ടി തരുന്ന മണിയാണ് അപ്ലിക്കേഷൻ മണിയെന്നും. അലോട്ട്മെൻറ്റ് മണി എന്ന് പറഞ്ഞാൽ ആ അപ്ലിക്കേഷൻ സ്വീകരിച്ചതിന് ശേഷം അവർക്ക് ഷെയർസ് അലോട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും അടുത്ത അലോട്ട്മെൻറ്റ് മണി നമ്മൾ കളക്ട് ചെയ്യും. അതിന് നമ്മളെന്ത് പറയും അലോട്ട്മെൻറ്റ് മണി എന്ന് പറയും. ഈ അലോട്ട്മെൻറ്റ് മണി കൂടി നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുള്ളൂ അവരായിട്ട് റിയൽ ആയിട്ടുള്ള നമ്മുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ ജേർണൽ എൻട്രീസ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്. നമ്മളെന്താണ് ജേർണൽ എൻട്രീസാണ് അടുത്തതായിട്ട് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത് മൊത്തം തിയറി അല്ല, നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടാണ് റിയൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഏരിയാസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.